മോനെ ഒരു ചേർന്നലാകുമ്പോ എന്തായാലും പറയാം. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിച്ചു, ഒരു പാർട്ടി തോക്കും. എന്നാലും വേണ്ടുന്നില്ലേ, ആരും അത്ര നഗളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ പറത്തിയാൻ വരും. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മളെയൊക്കെ തല എണ്ണി കടന്നാക്കിരിക്കല്ലേ അച്ഛാ. ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്തൊന്നും പോകുന്നില്ല. IMF ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് കണക്കിന് സ്വർണ്ണം വിദേശത്ത് കൊണ്ടുപോയി പറ്റില്ലേ? അതിന് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണ്ണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോയി വരുന്നു അച്ഛാ. അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിച്ചേ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പുറകെ കൂടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു അച്ഛാ. മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും. വ്യവസായക്കാരെ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർണ്ണ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കൂട്ടി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാൽ മതി. അങ്ങാടി തോറ്റിന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന് അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ചെയ്തതേ ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ളതുകൊണ്ട്. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടി. നിക്കാരക്വയിലെ ഒട്ടേറെ പുറത്താക്കി ഉത്തര മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നാണ് സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷേ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളാണെന്ന് മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് കൊടുക്കുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെന്ന് ചിലക്കാതെ വരുത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്കേ, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാഴ്ചയിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടിരിക്കുന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊള്ളുന്ന ആരും മനുഷ്യ. ഇനിയും ചോദിക്കേ, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയിൽ ലാവലേറ്റും കൂടി കുതിച്ചു കയറി അടിയറവും പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി എങ്ങനെ